രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും പിണറായി വിജയനെ അത്ര കണ്ട് രൂക്ഷമായി വിമർശിക്കുന്നതാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് 9 വർഷമായിട്ട് പിണറായി വിജയൻ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമായിട്ട് ഇവിടുത്തെ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയാതെ പോയി എന്നത് യാഥാർത്ഥ്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയാണ്. നമ്മൾ അതിക്രമങ്ങളുടെ കണക്ക് നോക്കുകയാണ് എങ്കിൽ അപ്പോ രണ്ടാം പിണറായി സർക്കാർ വന്ന സമയത്ത് അത് കൂടുകയാണ് ചെയ്തത്. അല്ല, ഇതിനു മുമ്പിട്ടാണെങ്കിലും പ്രതിപക്ഷം നിയമസഭയിൽ ഒരുപാട് കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നും പലവട്ടം പ്രതിപക്ഷം പ്രമേയം നൽകിയിട്ടുള്ളതാണ്. പക്ഷെ നമ്മുടെ സ്പീക്കർ ആണെങ്കിലും നമ്മുടെ MP രാജേഷ് ആണെങ്കിലും പറയുന്നത് ഈ ഒരു യോഗം എന്ന് പറയുന്നത് കുറ്റപ്പെടുത്താനുള്ളതല്ല, അല്ലെങ്കിൽ പുതിയൊരു പ്രമേയമായിട്ട് വന്നതല്ല. അല്ല, ഒരു പ്രമേയം കൂടുമ്പോ എന്നാണ് ഇത്രയും നാൾ അവരെന്താണ് ചെയ്തത് അത് ആലോചിക്കണമല്ലോ. അതായത് 9 വർഷമായിട്ട് CPM തന്നെയാണ് ഭരിക്കുന്നത്, പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. അപ്പം ചർച്ച ചെയ്യേണ്ടേ അവരെന്താണ് ഇത്രയും നാൾ ഈ ലഹരിക്ക് വേണ്ടി ചെയ്തത്? 2-3 യോഗങ്ങളിൽ ഇതേപോലെ ചർച്ച ചെയ്തൊരു വിഷയമാണ്, അല്ലെങ്കിൽ ഇതിനെ പറ്റി സർക്കാരിന് എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊക്കെ ഓൾറെഡി ചർച്ച ചെയ്തൊരു കാര്യമാണ്. ഇപ്പൊ ഈ ഒരു യോഗം വിളിച്ചതെന്ന് പറയുന്നത് അന്ന് MP രാജേഷ് എന്താണ് പറഞ്ഞത്? അന്ന് അദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു? ഈ കേരളത്തിലാണ് ഏറ്റവും കുറവ് ലഹരി കേസുകളുള്ളത് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചെന്ന്. പക്ഷേ യാഥാർത്ഥ്യം അത് തന്നെയാണോ? നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത എന്താണ്?